ഞാൻ ശരിക്കും ആഗ്രഹിച്ച കഥാപാത്രം ഇങ്ങനെ ചെയ്തതാണ്. ഞാൻ രാഷിന്റെ അടുത്ത് ഇടയ്ക്ക് പറയും, ഇതിപ്പോ എന്റെ അടുത്ത് ആദ്യം വന്നായിരുന്നെങ്കിൽ ഞാൻ ഇത് കൊടുക്കില്ലായിരുന്നു. അയാളുടെ അടുത്ത് പോയിട്ട് വന്ന കാരണം കൊണ്ട് ഇയാളുടെ ആ പ്രദേശത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. ഇയാളുടെ അടുത്ത് പോകണ്ട, ഇയാളുടെ ആ ജില്ല ഉണ്ടല്ലോ ആലുവയോ ആ ഭാഗത്തൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. സംശയം എനിക്ക് വന്നപ്പോ എനിക്ക് അങ്ങോട്ടായിരുന്നു സംശയം. നിങ്ങൾ ആക്ച്വലി എങ്ങനെയാണ് എന്നെ ഈ ക്യാരക്ടറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒരു ബാഹുബലി ടൈപ്പ് അങ്ങനത്തെ ഒരു മൂവിയൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റും, സാധിക്കും? അല്ല, എന്റെ സംശയം അങ്ങനെയാണ്. ആ റേഞ്ച് നമ്മളായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. ഒന്നത് ഡിപ്പെൻഡ്, ഒന്നിപ്പോ നമ്മളുടെ എന്റെ ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെ അങ്ങനെ ഒരു സിനിമ ഇല്ല. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള സിനിമയിൽ ബാഹുബലി ഇല്ല. നമ്മള് കുറച്ചധികം സ്ലോ പേസ് ഒക്കെ പിടിച്ചിട്ട് ഇത് ഭയങ്കര ആത്മാവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിയേറ്ററിലൊന്നും കാണണമെന്നില്ല. നെസ്ലിന്റെ വീട് എവിടെയാണ്? ലാലേട്ടൻ അടുപ്പിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിട്ടില്ല. പിന്നെ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ അതിന്റെ ഇടയിൽ പോയി ചോദിക്കാൻ തെറ്റല്ലേ? പക്ഷെ എനിക്ക് ഒരുപാട് കാര്യം ചോദിക്കാനുണ്ട്. പൊന്തമ്മയുടെയും വിധേയനും ബാക്ക് ടു ബാക്ക് ചെയ്താണ് ഞാൻ കേട്ടത്. പൊന്തമ്മയുടെയും വിധേയനും ബാക്ക് ടു ബാക്ക് ഭയങ്കര പെർഫോമൻസസ് ആണ്. അത് ബാക്ക് ടു ബാക്ക് ചെയ്തു എന്ന് പറയുന്നത്. ഒന്ന് മറ്റേ ജന്മി, മറ്റേത് നമുക്ക് ആദ്യം പ്ലേ ചെയ്ത് ക്യാരക്ടർ ഏതായിരിക്കും? സ്വന്തം മാടയാണോ പ്ലേ ചെയ്ത് ആയിരിക്കും എനിക്ക്. ഹായ്, നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്യൂ സ്റ്റുഡിയോയില് ടീം സംശയമാണ്. ഐ ഹാവ് വിത്ത് മീ വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ ആൻഡ് പ്രിയമത. വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് സംശയത്തിലേക്ക് വരാം. ആർക്ക് ആരോട് എന്തിനാണ് സംശയം? ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. സോ എന്താണ് സംശയം? സംശയം തോന്നി ട്രെയിലർ കണ്ടപ്പോ. ഇതെന്താ നടക്കണ, സംശയങ്ങളൊക്കെ വന്നു. അല്ല ഇതെന്താ നടക്കണേ, അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഒരു സംശയം തോന്നില്ല. മനസ്സിലായില്ല, പക്ഷെ ഭയങ്കര സംശയം. എനിക്ക് അത്ര മനസ്സിലാക്കിയാൽ മതി ട്രെയിലറിൽ. ബാക്കി സിനിമ കാണാൻ തിയേറ്ററിൽ ക്രൗഡ് പുള്ളിംഗ് സാധനം എന്തായാലും എനിക്കൊന്ന് സക്സസ് ആയിട്ടുണ്ട്. ആളുകളൊക്കെ എത്തുന്ന ഒരു പരിപാടിയല്ലേ? എന്താണ് സംഭവം എന്ന് ആൾക്കാർ ഇരുന്ന് വല്ലാതെ സംശയിക്കുന്നുണ്ട്. അങ്ങനെ സംശയിച്ചിട്ട് ആ സംശയമുള്ള ആളുകൾ തിയേറ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. അതെന്തായാലും വരും. കാരണം സിനിമയെ പറ്റി നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല, പക്ഷെ ഇത് കാണണമല്ലോ എന്നൊരു സാധനം എന്തായാലും ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, എന്താണ് ഈ സിനിമ? അല്ല, ഇതൊരു ഫാമിലി കോമഡി പടമായിട്ടാണ്. ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ്. ഫീൽ ഗുഡ് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു വിനയുടെ ഹ്യൂമർ പരിപാടികളൊക്കെ ഇതില് എല്ലാവരുടെയും ഇല്ലേ? ഉണ്ട്. എനിക്ക് കുറച്ചും കൂടി വിനയുടെ ഷറഫ് കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കുറച്ചും കൂടി വേറെ ആണ്. നമ്മളങ്ങനെ എല്ലാം പറഞ്ഞങ്ങ് പോവാന്നുള്ള പറ്റില്ല സിനിമയുടെ കാര്യത്തില്. സസ്പെൻസ് എന്നല്ല, അതിനൊരു കാര്യമുണ്ട്. അതങ്ങ് മനസ്സിലായാൽ പിന്നെ ഒരു രസമില്ല. അത് മനസ്സിലാകാതെ. പക്ഷെ നിങ്ങളുടെ സംശയം ഉണ്ടല്ലോ, ഇതിപ്പോ ഈ ഞങ്ങളുടെ പ്രൊമോഷൻ മെറ്റീരിയലും പരിപാടിയൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകളുടെ സംശയങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ എനിക്ക് ഭാര്യേനെ സംശയം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരുപാട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംശയങ്ങളെ കുറിച്ചിട്ട് ആളുകൾ ചോദിച്ചു അതല്ലേ ഇതല്ലേ. ഇതൊന്നുമല്ല. ഈ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സിനിമ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ആർട്ടാണ്. അപ്പൊ ഒരുപാട് നാളുകളായിട്ട് ഞാനിപ്പോ ഇതിന്റെ പുറകെ തന്നെ നടക്കുകയാണ്. ഇപ്പൊ വീട്ടിലൊക്കെ ചോദിക്കുന്നുണ്ട് മോനെ നീ ഓക്കെ അല്ലേ എന്നുള്ള തരത്തിലൊക്കെ. അപ്പോ ആളാണ്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഇത്തരം തിരക്കഥകൾ കിട്ടാറില്ല, എനിക്ക് കിട്ടാറില്ല. അപ്പോ ഇത്ര ആത്മാവുള്ള തിരക്കഥകൾ കിട്ടാറില്ല, അല്ലെങ്കിൽ ഇത്ര വെൽ റിട്ടൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ ആസ് എ സ്ക്രീൻ പ്ലേയും അല്ലെങ്കിൽ ആസ് എൻ ആക്ടറും മൊത്തത്തിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. കാര്യം എൻ്റെ രൂപം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപമാണ്. ഞാൻ സംസാരിക്കുന്ന ആക്സെന്റ് ഡിഫറെൻ്റ് ആണ്, ഈ ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം വർക്കായത് ഈ സ്ക്രീൻ പ്ലേയുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമ ഉണ്ടാകാനുള്ള കാരണവും ഈ സ്ക്രീൻ പ്ലേയുടെ ക്വാളിറ്റി വെച്ചിട്ട്. അപ്പോൾ അതിനോട് നമ്മുടെ സിനിമ ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം ചില സിനിമകൾ നമ്മൾ പറയില്ലേ യൂത്തിന് അപ്പീൽ ചെയ്യുന്ന സിനിമ, അല്ലെങ്കിൽ ചില സിനിമ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് പരിപാടി എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക്
ഇപ്പൊ വെക്കേഷനാണ്, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാ വീടടച്ചു പോവാന്ന് പറയും. വീടടച്ചു പോയ സിനിമകളൊക്കെയാണ് അധികം ദിവസം തുടരുമ്പോൾ വീടടച്ചു പോയ സിനിമയാണ്. അപ്പൊ തുടരും ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ആക്ഷനും സസ്പെൻസ് ഒക്കെയുള്ള വലിയ സ്കെയിൽ പരിപാടി. പക്ഷെ നമ്മളുടെ സിനിമയും ഈ പറയുന്ന പോലെ വീടടച്ചു പോയിട്ട് ഫുൾ ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പ്രത്യേകം കാറ്റഗറി എല്ലാവർക്കും അപ്പീൽ ആവുന്ന പോലത്തെ ഒരു സിനിമയാണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു നോയ്സി സിനിമയല്ല. അപ്പൊ ഈ അടുത്ത് നമ്മൾ കമേഴ്ഷ്യൽ സിനിമകൾ എടുത്ത് അത്തരം സിനിമകൾ മോശമാണെന്ന്, ഇത്തരം സിനിമ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ തിയേറ്ററിൽ കുറച്ച് കൂടുതൽ നോയ്സി ആയിട്ടുള്ള സിനിമകളാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പീഡും ഭയങ്കര ശബ്ദമൊക്കെ ഉള്ള. ഇത് കുറച്ചും കൂടി സോൾഫുൾ ആയിട്ടുള്ള ഒരു സാധാരണ പച്ചയായ കുറച്ച് മനുഷ്യരുടെ ബന്ധങ്ങളും കുറച്ച് നർമ്മ മുഹൂർത്തങ്ങളും പിന്നെ നല്ല പാട്ടും ഒക്കെയുള്ള തിയേറ്ററിക്കൽ വാച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ. എല്ലാവർക്കും എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടമാവും. യെസ്, ഓക്കെ, കമ്മിറ്റ് ചെയ്യൂ. ഈ സെറ്റില് 3 പേർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം കേട്ടോ. ഈ സെറ്റിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നോർമലാണ് ഡൗട്ട്, സംശയം. ഈ സെറ്റിൽ ആരാണ് ഡയറക്ടറോട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരാൾ? ഇയാളായി. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിട്ടില്ല. കാര്യം ഞാൻ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കുറച്ച് കൂടി ടൈം കിട്ടിയിരുന്നു. ഞാൻ ഈ സിനിമയുടെ കൂടെ കുറച്ചധികം ട്രാവൽ ചെയ്തു. അപ്പൊ അതുകൊണ്ടും എനിക്കും ലിജോവും രാജേഷും കൂടി ഞങ്ങളൊരു ബേസിക് റിഹേഴ്സലൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഇപ്പൊ എന്റെ മുകളിൽ കാര്യമായിട്ട് രാജേഷിനെ വർക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല. ഇത് എല്ലാ സിനിമകളിലും സംഭവിക്കുന്ന ഒരു പരിപാടിയല്ല കേട്ടോ, എല്ലാ സിനിമകളിലും അല്ല. ചില സിനിമകൾ നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആവും. അപ്പൊ ആ സിനിമ മഹത്തായ സിനിമ എന്നല്ല പറയുന്നത്, അത് ആ സിനിമയുടെ എന്ത് എൻഡ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാലും ദാറ്റ് ഫിലിം വിൽ ബി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇപ്പൊ ഞാൻ ആട്ടത്തിനെ കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട് പെട്ടെന്ന് തമാശനെ കുറിച്ച് പറയുന്നതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന സിനിമകളുണ്ടാവും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സംശയം നമുക്ക് ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന ഞാൻ സംശയത്തിന്റെ ഭാഗമായെന്നുള്ള തരത്തിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു സിനിമയായിരിക്കും. ഷാഫിയേട്ടൻ വേറെ മൂവീസിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, സംശയത്തിലേക്ക് എത്തുമ്പോൾ. സംശയം ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സംശയം ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. സംശയം ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഇപ്പൊ പൊതുവായിട്ട് എനിക്കുള്ളൊരു തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു തോന്നലും ഈ ഡയറക്ടറുടെ പ്രതീക്ഷയും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് കറക്റ്റ് ആണോ, ഇങ്ങനെ തന്നെയാണോ ഞാൻ ചിന്തിക്കേണ്ടത് എന്നുള്ളതായിരിക്കും നമ്മൾ കൂടുതലും ഈ പറഞ്ഞ പോലെ ഫിലിം മേക്കറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാറുണ്ട്. ഓരോ ആക്ടേഴ്സ് ഓരോ തരത്തിലാണ്. അപ്പൊ ഇയാള് കുറച്ചും കൂടി ഈ പറയുന്ന പോലെ, ഇപ്പൊ ഞാൻ ഇയാള് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയില് ലാസ്റ്റ് ഇപ്പൊ പെഡ് ഡിറ്റക്റ്റീവിൽ അഭിനയിച്ചു. അയാൾ കുറച്ചും കൂടി മറ്റേ ഈ പറയുന്ന താൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന പോലത്തെ അത് ഇയാളുടെ പ്രോസസ്സാണ്. ഓരോ ആളുകൾ ഓരോ തരത്തില്ല. ഞാൻ മറ്റേ ഇപ്പൊ 2 തരത്തിലാണ്. നമ്മൾ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന സിനിമകൾ ഓൾറെഡി നമ്മൾ അതിന്റെ സ്ക്രീൻ പ്ലേ കുറെ തവണ വായിക്കുകയും ഈ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ നമ്മൾ ഇടക്കിടക്ക് ഡയറക്ടറിനെ എവിടെ ഉണ്ടെങ്കിൽ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അവർ തിരക്കിന്റെ ഇടയിലൊക്കെ ആകുമ്പോൾ ഒരു ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ ചായ കുടിക്കാൻ വരുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കും, റൈറ്റേഴ്സിനോട് സംസാരിക്കും. അങ്ങനെ ഷൂട്ടിന് മുമ്പേ നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഷൂട്ടിന് ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെ ഓരോ ആളുകളുടെ ഓരോ പ്രോസസ്സാണ്. ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്നത് ഇപ്പൊ നമ്മുടെ ഓഡിയൻസ് 2 തരത്തിലുണ്ട്. മാസ് ഫിലിംസ് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തുടരുമായാലും എംപുരാനായാലും ഒക്കെ ഇറങ്ങി അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ചെറിയ സിനിമ വരുവാണ്. എന്ത് കോൺഫിഡൻസ് ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഇത് കൊണ്ടുവന്ന എന്തായാലും ആൾക്കാർ കാണും, അല്ലെങ്കിൽ കാണുന്ന തരത്തിലേക്ക് ഞങ്ങൾ ഇത് കൊണ്ടുവരും എന്നുള്ള ഇപ്പൊ പ്രൊമോഷൻസ് ആയാലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. സോ വാട്ട് വാസ് യുവർ കോൺഫിഡൻസ്? ഞാൻ മലയാളി ആയതുകൊണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പറയുന്ന ബിഗ് ബഡ്ജറ്റ് കമേഴ്ഷ്യൽ സിനിമകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മലയാള സിനിമ അറിയപ്പെടുന്നതെന്ന് പറയുന്ന ഒരു ധാരണ എനിക്കില്ല. നമ്മുടെ സിനിമ എന്നും കോണ്ടന്റ് ഓറിയന്റഡ് ആയിരുന്നു. എന്നും നമ്മളുടെ റൂട്ടഡ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള സിനിമകളാണ് വേറൊരു തലത്തിൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് ഒരുപാട് വിജയം ഈ പറയുന്ന വലിയ കമേഴ്ഷ്യൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു 5 സിനിമ ഞാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൽ ഒരു 4 സിനിമയും നിങ്ങളുടെ ആത്മാവിനെ ടച്ച് ചെയ്ത് നിങ്ങൾ ഭയങ്കര ഇമോഷണലി മൂവ് ചെയ്ത സിനിമയായിരിക്കും. അപ്പം ആ ഒരു ധൈര്യം നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. മലയാളി എക്സ്ട്രീംലി ഇൻ്റലിജൻ്റ് ആണ്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സമൂഹമാണ് നമ്മൾ സാക്ഷരത എന്ന് പറയുന്ന പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആണ്. ആ എഡ്യൂക്കേഷൻ സിനിമയിലും ഉണ്ട്,
നമ്മളെല്ലാ ഇന്റർനാഷണൽ ഫിലിംസും കാണുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് OTT വന്നതിന് ശേഷം. പക്ഷെ നല്ല കോൺട്രിബ്യൂൺ ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള, എൻഗേജിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. നമ്മൾ കുറച്ചധികം സ്ലോ പേസ് ഒക്കെ പിടിച്ചിട്ട് ഇത് ഭയങ്കര ആത്മാവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിയേറ്ററിലൊന്നും കാണണമെന്നില്ല. എൻഗേജിങ് ആയിട്ടുള്ള, എന്റർടൈനിങ് ആയിട്ടുള്ള, റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമ വർക്കാവും. അതെ, പ്രേമദ നേരത്തെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ് ഈ ക്യാരക്ടർ. ഇപ്പൊ ഇതിന്റെ സോങ്ങിലൊക്കെ വളരെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുക, ഇങ്ങനെ എന്തോ ഭയങ്കര ഒരു ദേഷ്യമൊക്കെ ഉള്ള പോലെ. സോ ഇതിലെ ക്യാരക്ടർ എന്താണ് ശരിക്കും? ഒരു അമ്മ വേഷമല്ലേ കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ ഡിഡ് യു ഹാവ് എനി ഡൗട്ട് ഇങ്ങനെ ഓക്കെ അമ്മ വേഷമാണ് ഇപ്പോഴേ ചെയ്യണോ അങ്ങനെയൊക്കെ തോന്നിയായിരുന്നോ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെക്കാളും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സോ എൻ്റെ ഫസ്റ്റ് തോട്ട് തന്നെ എനിക്കൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. കാരണം എവിടേക്കോ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര സ്റ്റീരിയോ ടൈപ്ഡ് ആയി പോകുന്നുണ്ടോ എന്ന് തോന്നി തുടങ്ങിയ ഒരു സമയത്താണ് എനിക്ക് ഈ സംശയത്തിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഫൈസ എന്നാണ്, ഫൈസ വരുന്നത്. സോ അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. സോ ഒരു അമ്മവേഷമാണോ അങ്ങനെയാണോ ഒന്നും ഡൗട്ടില്ല. പിന്നെ ഓൾസോ ഞാൻ ഒരിക്കലും അമ്മവേഷം മുമ്പ് ചെയ്തിട്ടില്ല. സോ അതും എനിക്കൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. പിന്നെ റെഫറൻസിന് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ടല്ലോ, അതിനൊക്കെ പിടിച്ചെടുത്ത ഓരോ സാധനങ്ങൾ. ഓക്കെ, ഷറഫുദ്ദീൻ വരുമ്പോഴത്തേനും നമ്മൾ കുറേ ഫീൽ ഗുഡ് പല ടൈപ്പ് മൂവീസ് ചെയ്യാറുണ്ട്, പക്ഷെ മിക്ക ഫീൽ ഗുഡിന്റെയും ഒരു പാർട്ടാണ് അല്ലേ? അപ്പം എങ്ങനെയാണ് എനിക്ക് ഫീൽ ഗുഡ് ചെയ്യുമ്പോൾ എൻ്റെ കംഫർട്ട് സോൺ ആണ് അങ്ങനെ തോന്നാറുണ്ടോ? ഫീൽ ഗുഡ് മൂവീസ് ആണ് കംഫർട്ട് എന്ന്? അതങ്ങനെയല്ല, എനിക്ക് അതിനെ കുറിച്ച് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സിനിമയെ കുറിച്ച് തീരുമാനം എടുക്കുന്നത്. നമ്മളെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നുള്ള പ്ലാൻ കൂടുതലും എനിക്ക് അങ്ങനെ ട്രെൻഡ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രേമം പോലെ ഇങ്ങോട്ടേക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ അത് എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും ആ ബ്രേക്ക് ചെയ്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പൊ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ പ്രിയനോട്ടത്തിൽ സിനിമ ചെയ്യുന്നത് വരെയും നിന്ന സ്പേസിലല്ല പ്രിയനോട്ടത്തിൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷം സംഭവിക്കുന്നത്. അപ്പം അതുപോലത്തെ സിനിമകൾ പിന്നെ എനിക്ക് അങ്ങനത്തെ ഡിസൈൻ എന്നെ വെച്ച് പ്ലാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആ ഫ്ലോയിൽ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അതാണ് അതിന്റെ കാരണം. അല്ലാതെ കോൺഷ്യസ് അല്ല, പക്ഷെ നമുക്ക് സിനിമ ചെയ്യണം, നമ്മൾ സിനിമ വരുന്നു. അപ്പൊ ഇപ്പൊ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പൊ പെയ്യുന്നത് ഈ ടൈപ്പ് മഴയാന്ന് പറയും പോലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ പറയാ ഫീൽ ഗുഡ് സിനിമകൾ എന്ന് പറയുന്ന ആ ജോണറിലുള്ള സിനിമകൾ വന്നപ്പോൾ അത് ചെയ്തു. പിന്നെ എല്ലാ സിനിമയിലും ഞാൻ എന്തെങ്കിലും എനിക്ക് പേഴ്സണലി ഒരു രസം തോന്നുന്ന എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിലും എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. ഫീൽ ഗുഡ് സിനിമ എന്ന് പറഞ്ഞാലും ഉണ്ട്. പിന്നെ ഫീൽ ഗുഡ് സിനിമയ്ക്ക് ഈ പറഞ്ഞ ഒരു കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ആ സിനിമയിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് നമ്മൾ ഇരുന്ന് കാണുന്ന ഒരു സിനിമ. അതെ അതെ അതെ, അതുപോലത്തെ സിനിമയും ക്യാരക്ടേഴ്സും അതും വലിയ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോ പുറകോട്ട് പോയി കഴിഞ്ഞാൽ സീനിയർ ആക്ടേഴ്സിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ലാലേട്ടനൊക്കെ ചെയ്ത അവർ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ അങ്ങനെ ആയ സിനിമകൾ എന്ന് പറയുന്ന നമ്മൾ ആദ്യം പറയുന്ന 5-6 പേര് അല്ലെങ്കിൽ ഒരു 10 സിനിമയുടെ പേര് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്ത സിനിമകൾ കൂടുതലും ഫീൽ ഗുഡ് സിനിമകളായിരുന്നു. അത്തരത്തിലുള്ള ഫാമിലി ലാലേട്ടനാണെങ്കിൽ ഇപ്പൊ ദശരഥം അതൊരു ഫീൽ ഗുഡ് സിനിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എത്ര സിനിമകളുണ്ട് അങ്ങനത്തെ. അപ്പൊ ഒരുപാട് അങ്ങനത്തെ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾക്കും ഇവിടെ സ്പേസ് ഉണ്ട്. പിന്നെ അത് ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ജോണറിനോട് ഇപ്പൊ എന്താ പറയാ അതിലേക്ക് എല്ലാവരും വരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. ഈ സംശയം എന്ന് പറയുന്ന ഇമോഷൻ അത്ര എളുപ്പമല്ല പോർട്രേ ചെയ്യാൻ. എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം സങ്കടമൊക്കെ ആണെങ്കിലും ഒറ്റയടിക്ക് വേണമെങ്കിൽ കാണിക്കാവുന്ന ഒരു സാധനം. പക്ഷെ സംശയം അങ്ങനെയല്ല. അതിന് വേണമെങ്കിൽ ചെറിയ സംശയമാവും, വലിയ സംശയമാവും, അതിന് കുറെ ലേയേഴ്സ് ഉള്ളൊരു സാധനമാണ്. അപ്പം ഈ സംശയം എന്ന് വരുമ്പോ എങ്ങനെയാണ് അതെന്തായാലും നമ്മൾ കുറച്ച് ഒബ്സർവ് ചെയ്യേണ്ട ഒരു ഇമോഷൻ ആയിരുന്നില്ലേ? ഈ പടത്തിൽ എല്ലാവർക്കും സംശയം ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. എല്ലാവർക്കും സംശയം ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയില്ല. അപ്പൊ പിന്നെ അക്കാര്യത്തിൽ നമ്മൾ വേറെ ചർച്ച പിടിക്കേണ്ടി വരും. പിന്നെ സംശയത്തിന് എനിക്ക് അങ്ങനെ എല്ലാ കഥാപാത്രങ്ങൾക്കും സംശയമില്ല. അപ്പം അതൊരു റിയാലിറ്റി. പിന്നെ ഈ അടുത്ത് നമ്മുടെ പടത്തിൽ എന്റെ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ജോമോൻ ജ്യോതിർ ആക്ടർ ഉണ്ടല്ലോ, നമ്മുടെ വാഴയിലുള്ള ജോമോനെ കണ്ടപ്പോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ എടുത്തു. സംശയം എന്ന് പറഞ്ഞ സിനിമയുടെ ഇതിനു വേണ്ടിയാന്ന് പറഞ്ഞത്. നല്ല രസമുള്ള വീഡിയോ. ഒരു ആർട്ടിസ്റ്റ്, ഞാൻ എത്ര മനോഹരമായിട്ട് സംശയം കണ്ടത് എനിക്ക് തോന്നുന്നു ജോമോന്റെ സംശയത്തിന്റെ പരിപാടി ആദ്യം ഞാൻ ജോമോനോട് ചെയ്യാൻ പറഞ്ഞു. ആദ്യം നമ്മള് സംശയം എന്ന് പറയുന്ന ഈ പരിപാടി ഉണ്ടല്ലോ,
നമുക്ക് എല്ലാ ഇമോഷനായിട്ടും മിക്സ് ചെയ്യാം. ഉം. ഞാൻ ജോമോനോട് ആദ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു ജോമോനോട് ഇപ്പൊ നമ്മള് ഈ ടൈമിന് സിനിമ റിലീസാകും, ഇപ്പൊ നമുക്ക് മനസ്സുകൊണ്ട് അടുപ്പമുള്ള ആളുകളോട് നമ്മൾ തീർച്ചയായിട്ടും സഹായം ചോദിക്കും. ഫഹദ് അടക്കം ചെയ്ത് നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ. ഭയങ്കര അതെ, തീർച്ചയായിട്ടും. അപ്പൊ ജോമോൻ ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോ ജോമോനോട് പറഞ്ഞ് ജോമോൻ ഡെഫിനറ്റ്ലി നമ്മൾ സംശയം പോയി. ഞാൻ പറഞ്ഞു ജോമോന്റെ ഒരു ഒറിജിനൽ പരിപാടി ഉണ്ടല്ലോ, ജോമോൻ ആസ് ആൻ ആക്ടർ ജോമോന്റെ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ഏരിയ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ ലാഫ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ചിരിയുടെ ഇടയിൽ സംശയം വരുന്ന ഒരു പരിപാടി ഉണ്ട്, ഞാൻ അങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ജോമോൻ പട്ടയെന്ന് ചെയ്തു. അത് ഭയങ്കര രസമുണ്ട്. കാരണം ഞാൻ അന്ന് കണ്ടപ്പോഴേ പറഞ്ഞായിരുന്നു ഈ അടുത്ത് നമ്മളത് ഞാൻ വെറുതെ പോസ്റ്റ് ചെയ്തു എന്റെ ഇൻസ്റ്റാഗ്രാം. അപ്പൊ ഞാൻ പറഞ്ഞ സംശയത്തിന്റെ ഓരോ വേരിയേഷൻ ഞാൻ കണ്ടതിൽ ഈ അടുത്ത ഏറ്റവും വലിയ സംശയ എക്സ്പ്രഷൻ അതായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തിന്റെയും കൂടെ സംശയം മിക്സ് ചെയ്യാം. ആട്ടത്തില് നമ്മുടെ കുറെ ഡൗട്ട്സിന്റെ റിലേറ്റഡ് ആണോ? ഞാൻ പറഞ്ഞത് ഇമോഷണൽ. ഇപ്പൊ നവരസങ്ങൾ എടുത്തിട്ട് ഈ നവരസങ്ങളായിട്ടും നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും സംശയം. ഇപ്പൊ അരിശം വരുമ്പോ നമുക്ക് സംശയം വരാം, സങ്കടം വരുമ്പോ വരാം, അല്ലെങ്കിൽ അത് ഭയങ്കര. പിന്നെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം ഒരു തോട്ടാണല്ലോ. ഈ ഒബ്സർവേഷന്റെ അപ്പുറത്തേക്ക് ഒരാൾ എങ്ങനെ സംശയിക്കുന്നു നമ്മൾ ആലോചിക്കണ്ട, ആ ഒരു ചിന്തയുടെ ഔട്ട്കമാണത് എല്ലാം. അതെ. അപ്പൊ ഒബ്സർവ് ചെയ്തിരുന്നു ഇങ്ങനെ, എസ്പെഷ്യലി എനിക്കൊന്ന് ട്രെയിലറിൽ വിനയ് ഫോർട്ടിന്റെ ഒരു സംശയം കണ്ടിട്ടാണ് ആൾക്കാരുടെ ഉള്ളിൽ വരെ ഒരു സംശയം തോന്നിയത്. സോ ഡിഡ് യു ഹാവ് ലൈക്ക് ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും? ഞാൻ പറഞ്ഞില്ല സംശയം. ഇപ്പൊ മാർഗരറ്റ് വീടിന്റെ താക്കോൽ എവിടെയുള്ള, വീടിന്റെ താക്കോല് എവിടെയുള്ള, വീട്ടിൽ തന്നെ. ഇപ്പൊ മുഖത്ത് വന്നില്ലേ? ഒരു സെക്കൻഡ് ആലോചിച്ചോ, മറ്റേ ഗ്യാസ് ഓഫ് ചെയ്തോ? എന്താ ചെയ്യണ്ട? അവിടെ പട്ടി വളർത്തുന്നോ? ആരെങ്കിലും വെച്ചായിരുന്നു നമ്മള് കഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ സംശയത്തിനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മള് ഓൾറെഡി ഉള്ള ലൈഫിലുള്ള ഞാൻ ഇപ്പൊ ആ ക്യാരക്ടർ ചെയ്യുമ്പോ എനിക്ക് പടത്തിന് സംശയം ശരിക്കും സംശയം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്കിത് ഭയങ്കരമായിട്ട് സംശയം എന്നുള്ള ചിന്തയിലേക്ക് പോകണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എപ്പോഴും അതില് കുറെ സംഭവങ്ങളുണ്ട് അല്ലേ? ശരിക്കും ഒരാൾക്കൊരു സംശയം വന്നു, അയാളിപ്പോ ഒരു ജേർണി പോവാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ്. അപ്പൊ അല്ലാണ്ട് എല്ലാ കഥാപാത്രങ്ങൾക്കും എല്ലാ സീനുകളിലും സംശയം അങ്ങനെയല്ല. അതിന്റെ ഒരൊറ്റ ത്രെഡാണ് സംശയം. അത് പക്ഷെ സാധാരണ മനുഷ്യർക്കൊന്നും തോന്നുന്ന സംശയമല്ല. അതാണ് അതിന്റെ ഒരു ചിന്തയുടെ പ്രത്യേകത. ഭയങ്കര സിമ്പിളുമാണ്. എനിക്ക് രാജേഷിന്റെ റൈറ്റിംഗിന്റെ രാജേഷും സനു എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ എഴുതിയേക്കണേ. ഇവരുടെ റൈറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളിപ്പോ നേരത്തെ ഷറഫ് പറഞ്ഞല്ലോ ഫീൽ ഗുഡ് സിനിമകളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഈ അടുത്ത് കണ്ട സിനിമകളൊക്കെ പല സിനിമകളും സർഫസിലുള്ള ഫീൽ ഗുഡാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരൊരു സീൻ എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സീൻ എഴുതി കഴിഞ്ഞാല് നമുക്ക് എവിടെയോ, ഇപ്പൊ എന്റെ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി ഇവരെന്നെ കാണിക്കുന്നതിന് മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. എന്റെ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി എന്നെ കാണുന്നതിന് മുമ്പേ ആളുകൾക്ക് അറിയാം ഞാൻ ആരാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. നമ്മുടെ അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള, അതത് ഭയങ്കര സിമ്പിൾ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഡെപ്ത് ഉണ്ടാവും ഇവരുടെ റൈറ്റിംഗ്. അപ്പൊ ഈ റൈറ്റിംഗ് ആണ് നമ്മളെ ഭയങ്കര കമ്മിങ് ടു യു. ഇപ്പൊ ഒരു ആക്ടറിന് എപ്പോഴും അവരുടെ ലുക്ക് ഒരു കോൺഫിഡൻസ്, ഒരു എലമെന്റ് ആണ് കോൺഫിഡൻസിന്റെ. ഇപ്പൊ ഇതില് നമ്മളെ ലുക്ക് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് ആസ് എൻ ആക്ടർ ഹെൽപ്പ് ചെയ്ത്? ആ പല്ലൊക്കെ വെച്ചപ്പോ തോന്നിയോ ഇത്തിരി ക്ലാമർ ഇത്തിരി കുറഞ്ഞോ എന്നാണോ ചിന്തിച്ചത്? നേരെ മറിച്ച് ഞാൻ പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ. എനിക്ക് ഈ സിനിമയുടെ കഥ കേട്ടിട്ട്, അപ്പൊ ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങേരുടെ അടുത്ത് സനു പോയി, അല്ലെങ്കിൽ സനുവും രാഷും കൂടി കഥ പറഞ്ഞു. അപ്പൊ കഥ പറഞ്ഞതിന് ശേഷം ഇപ്പൊ എന്റെ കഥാപാത്രം നല്ല രസമുള്ള കഥാപാത്രമാണ്. ഈ സിനിമയിലൊരു നല്ല സ്പേസ് ഉള്ള കഥാപാത്രമാണ്, നല്ല രസമുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ കഥാപാത്രം തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പൊതുവായിട്ട് എനിക്കങ്ങനെ തോന്നുന്നു. പക്ഷെ ഞാൻ ശരിക്കും ആഗ്രഹിച്ച കഥാപാത്രം ഇങ്ങനെ ചെയ്തതാണ്. ഞാൻ രാഷിന്റെ അടുത്ത് ഇടയ്ക്ക് പറയും, ഇതിപ്പോ എന്റെ അടുത്ത് ആദ്യം വന്നായിരുന്നെങ്കിൽ ഞാൻ ഇത് കൊടുക്കില്ലായിരുന്നു. അയാളുടെ അടുത്ത് പോയിട്ട് വന്ന കാരണം കൊണ്ട് ഇയാളുടെ ആ പ്രദേശത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. ഇയാളുടെ അടുത്ത് പോകണ്ട, ഇയാളുടെ ആ ജില്ല ഉണ്ടല്ലോ ആലുവയോ ആ ഭാഗത്തൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് കഥാപാത്രം എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. എനിക്കത് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കതൊരു പുതിയ ക്യാരക്ടറും ആയിരുന്നു. തന്നെ അത് തരാമായിരുന്നു. അത്
നന്നാവും. ഒന്ന് തരാമായിരുന്നു. ഇനിയിപ്പോ കേറി പോയില്ലേ ഇയാള് 550 പടമാണ് ചെയ്തോണ്ടിരിക്കുന്നത്, ഇപ്പൊ 3 പടം. അതായത് എല്ലാം കൂടെ എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യാണ് പുള്ളി. അതിന്റെ ഇടയിലാണ് ഇനി ഇതും കൂടെ ചെയ്യാൻ. നമ്മള് നമ്മുടെ ആഗ്രഹത്തിനെ കുറിച്ച് നമ്മൾ പറയണല്ലോ, അല്ലാണ്ട് നമ്മളെ രഹസ്യമായിട്ട് അങ്ങനെയല്ല. അല്ല, ഹെൽത്തി കുശുമ്പ്, ഒരു ഹെൽത്തി കുശുമ്പ്. അതൊരിക്കലും കുശുമ്പല്ല. അത് ഇയാൾ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കുവാണ്. അതിലും ഭയങ്കര സന്തോഷമുണ്ട്. ആ സിനിമയിൽ ഞാനും പാർട്ടാണ്. ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ആ കഥാപാത്രത്തിനോടുള്ള ഇഷ്ടമാണ്. ആ ക്യാരക്ടർ അത്രക്ക് വെൽ റിട്ടൺ ആണ്. ഞാനിപ്പോ നമ്മളൊരു പ്രീമിയർ നടത്തുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ആളുകള് വിളിക്കുമ്പോ ചില കൂട്ടുകാർ ചോദിക്കുന്നത്, കുറെ നാളായാലും വേറെ പണിയൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട്. അപ്പൊ ഞാൻ അവരോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് കിട്ടില്ല. എപ്പോഴും നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു പരിപാടിയല്ലത്. ഞാൻ ഒരു സ്റ്റാർ അല്ല, എനിക്കൊരു ഇമേജ് ഇല്ല. ഇപ്പൊ ഞാനൊരു ആക്ടർ സോണിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പൊ എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ആ ഒരു ഫ്രീഡം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും താല്പര്യം ഈ കൺവെൻഷനെ ബ്രേക്ക് ചെയ്യാന്നുള്ള റെഗുലർ പരിപാടി ഉണ്ടല്ലോ, നോർമൽ പരിപാടി ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ മറ്റേ ഈ ക്യാരക്ടറിനോട് നമുക്ക് ഒരുപക്ഷെ ഇത്ര ഈ ക്യാരക്ടറിന്റെ എൻ്റെ ലുക്ക് ഡിസൈൻ ചെയ്തത് എൻ്റെ ഡയറക്ടർ തന്നെയാണ് കേട്ടോ. ആ പല്ലും പരിപാടിയൊക്കെ ഡിസൈൻ ചെയ്തത് രാജേഷ് തന്നെയാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം എപ്പോഴും നമ്മൾ പുതിയ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വളരുന്നുള്ളൂ. നല്ല സ്ക്രീൻ പ്ലേ, നല്ല ഫിലിം മേക്കേഴ്സിന്റെ കൂടെ ചെയ്യുമ്പോൾ മാത്രം വളരും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തക്കിട തിരികിട നമ്മളൊരു സോണിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്നെ ബാധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചൊരു ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞ ഇതിലും അല്ലെങ്കിൽ ഭയങ്കര വിരൂപനായിട്ടുള്ള പരിപാടിയോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ ഭയങ്കര ഹാപ്പി. എനിക്ക് കുറച്ചും കൂടി ഡാർക്കർ സോൺ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പൊ നമ്മുടെ മനസ്സ് സഞ്ചരിക്കാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, എന്റെ മനസ്സ് സഞ്ചരിക്കാത്ത പോലെ സഞ്ചരിക്കുന്ന മനസ്സുകളുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളുടെ അപ്പുറത്തേക്ക്. ഞാൻ അതൊക്കെ എത്രത്തോളം നന്നായി ചെയ്യുന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന മറ്റേ ക്യാരക്ടേഴ്സും സ്ക്രീൻ പ്ലേസ് ഒക്കെ അങ്ങനത്തെയാണ്. ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ഈ സംശയം മാറ്റി വെക്കും പറയും. അപ്പൊ ഈ നമ്മുടെ സംശയത്തിന്റെ സ്ക്രിപ്റ്റ് വന്നപ്പോൾ തന്നെ ചില ഡൗട്ട്സ് നമുക്ക് സ്വാഭാവികമാണ്, ഇത് എടുക്കണോ വേണ്ടിയോ, അങ്ങനെയുള്ള ചില സംശയങ്ങൾ എന്തൊക്കെയാണ് എന്താ പറയാ ഇൻ ടേംസ് ഓഫ് സ്ക്രിപ്റ്റ് സെലക്ഷൻ? അത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കഥാപാത്രമാണ് ഇഷ്ടമായത് ഈ സിനിമ. ഈ സംശയത്തിന്റെ ബേസിലല്ല, അല്ലാതെ തന്നെ നമ്മളിപ്പോ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോ ഉള്ള ചില ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇഫ് ദിസ് വർക്ക് ആവില്ലയോ, അങ്ങനെ നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന നിങ്ങളുടെ നോർമൽ സംശയങ്ങൾ എന്തൊക്കെയാണ്? ഈ പടം വർക്ക് ആവില്ല എന്നുള്ളതൊക്കെ അത് നമ്മൾ നമുക്ക് ഇതിപ്പോ എവിടെയെങ്കിലും അറിയോ? നമ്മള് മൊത്തത്തിലുള്ള ജനത്തിന്റെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഒക്കെ പൾസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. അപ്പൊ നമ്മൾ ആ ധാരണ എങ്ങനെ നിൽക്കുന്നത്? നമ്മൾ കണ്ട, നമുക്ക് ഇഷ്ടമായ, തിയേറ്ററിൽ നല്ല റെസ്പോൺസ് കിട്ടിയ നല്ല സിനിമകൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്നും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു സിനിമയുടെ കഥ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന സിനിമയാണ്. അപ്പോൾ ഇപ്പോഴും ആകെ നടക്കുന്ന ഏറ്റവും നല്ല പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ സിനിമ വിടാതെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിലൊരു പഠനമായിട്ട് കാണുന്നത്. വേറെ ഒന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിന്റെ ഒരു ഇതുണ്ടാവും. പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുക, പിന്നെ എല്ലാം കോമൺ സെൻസിന്റെ പുറത്ത് നിൽക്കുന്ന പരിപാടി. അല്ലാതെ നമ്മൾ അതിലേക്ക് ഭയങ്കരമായിട്ട് അത് ചിന്തിച്ചാൽ ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇത് സിമ്പിൾ ആയിട്ട് അങ്ങ് ഓവർ തിങ്ക് ചെയ്യാതെ അങ്ങ് പിടിച്ചാൽ മതി. അത് ചിലത് കേൾക്കുമ്പോ അറിയാം നമുക്കത് ഒരു പഴയ കാലത്ത് ഈ സിനിമ കാണാൻ ആര് വരും, ഞാൻ പോവോ എന്നുള്ളത് ഞാൻ തന്നെ ചോദിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. പ്രിയമതയ്ക്ക് ഉണ്ടോ അങ്ങനത്തെ ഒരു പ്രോസസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഐ തിങ്ക് എല്ലാം ആക്ടേഴ്സിനൊരു തോട്ട് ഉണ്ടാവുമല്ലോ, ലൈക്ക് വേണോ വേണ്ടോ. ബട്ട് ഇപ്പൊ കറന്റ്ലി എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ഡിഫറെൻറ്റ് ഒരു മീറ്റർ പിടിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് സംശയം എനിക്ക് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ടായിരുന്നു സംശയം, നിങ്ങൾ ആക്ച്വലി എങ്ങനെയാണ് എന്നെ ഈ ക്യാരക്ടറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം വേറെ ഒരു ഡയറക്ടേഴ്സും ഇതിന് മുന്നേ പ്ലേസ് ചെയ്യാത്ത തരം ഒരു ക്യാരക്ടറാണ്. സോ എനിക്ക് അങ്ങോട്ടായിരുന്നു അതിനെക്കുറിച്ച് സംശയം. ബട്ട് എന്നെ സ്ക്രീനിൽ ഞാൻ ചെയ്യാത്ത
ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു ക്യാരക്ടറിൽ ഒരു ഡയറക്ടർ എന്നെ കുറിച്ച് ആലോചിച്ചു, എന്നെ പ്ലേസ് ചെയ്തു. അപ്പൊ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണല്ലോ വിളിച്ചത്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ചില കഥാപാത്രങ്ങൾ വരുമ്പോ ഈ സംശയം എന്നുള്ള വാക്ക് നമ്മൾ ഒരു 1000 തവണ നമുക്കിപ്പോ സംശയം തോന്നും, ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നാം. ഒരു ഇൻഹിബിഷൻ നമുക്ക് എല്ലാ മനുഷ്യർക്കും കൊണ്ട്, എസ്പെഷ്യലി ചിലപ്പോൾ ഒരു ആക്ടറിനും ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം ഇതുവരെ കരിയറിൽ വന്നിട്ടുണ്ടോ? ഇത് എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏതായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇത് എനിക്ക് പറ്റുമോ എന്ന് ചിന്തിച്ചതിന് ശേഷം ആ സിനിമ ചെയ്തത് എനിക്ക് തോന്നുന്നു 5-ാം പാതിരായിരിക്കും തോന്നുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു അത് വേറെ ലീഗായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയത് ഇതൊക്കെ ഞാനിങ്ങനെ ഈ 5 മാസ് ഡയലോഗ് പടത്തിന്റെ ലാസ്റ്റ് വന്നിരുന്ന് പറയുമ്പോ ആരാ സൗണ്ട് വരുമോ എന്നുള്ള എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ പലയിടത്തും പറഞ്ഞു, ഞാൻ പ്രേമത്തിന് മുമ്പ് കോമഡി റോളൊന്നും ചെയ്തിട്ടില്ല. പ്രേമത്തിന് മുമ്പ് ഞാൻ കോമഡി, അപ്പൊ ഒരു സംവിധായകനാണ് ഓക്കെ ഇയാളെ കൊണ്ട് കോമഡി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ റോള് ചെയ്യിച്ചു. ആ റോള് സക്സസ് ആയി. എൻ്റെ ക്രെഡിറ്റും സംവിധായകനാണ്. അപ്പം നല്ല സ്ക്രീൻ പ്ലേയും നല്ല വിഷനുള്ള ഒരു ഫിലിം മേക്കർ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഇമ്പോസിബിൾ അല്ല. നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നതാണ്. ആ ട്രസ്റ്റ് നമ്മളോട് ആ ഫിലിം മേക്കറിന് ഉണ്ടാവുക. നമുക്ക് 100% അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റും. അങ്ങനെ ഒന്നും ഇമ്പോസിബിൾ ആയിട്ട് ഞാൻ കാണാറില്ല. ഒരുപക്ഷെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും, പക്ഷെ അതാണ് അതിന്റെ റിയാലിറ്റി. ഒരു ഫിലിം മേക്കർ വിചാരിച്ചു കഴിഞ്ഞാൽ, നല്ല ഫിലിം മേക്കർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പരിപാടിയും നമുക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇനി എന്താ പറയാ, ഇപ്പൊ ഒരു ബാഹുബലി ടൈപ്പ് അങ്ങനത്തെ ഒരു മൂവി ഒക്കെ വന്നു കഴിഞ്ഞാൽ പറ്റും, സാധിക്കും? അല്ല, എന്റെ സംശയം അങ്ങനെയാണ്. ആ റേഞ്ച് നമ്മളായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഒരു ക്യാരക്ടർ ഒന്നത് ഡിപ്പെൻഡ്. ഒന്നിപ്പോ നമ്മളുടെ എന്റെ ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെ അങ്ങനെ ഒരു സിനിമ ഇല്ല. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള സിനിമയിൽ ബാഹുബലി ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. പക്ഷെ ഈ നമ്മളീ പറയുന്ന പോലെ അത്യാവശ്യം നല്ല വയലൻസ് ഒക്കെയുള്ള, മറ്റേ ഹാർഡ് കോർ വയലൻസ് ഒക്കെയുള്ള പോലത്തെ സിനിമകൾ ഒക്കെ, അത്തരം ആഗ്രഹങ്ങളും പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനത്തെ വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ വേറൊരു കഥാപാത്രമായിട്ട് മാറുന്നൊന്നുമില്ലല്ലോ നമ്മളൊക്കെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു ഡാർക്കർ സൈഡ് എനിക്ക് ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എവിടെയോ അതിനൊരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ മാർഗറ്റ് പറഞ്ഞ പോലെ മറ്റേ ബാഹുബലി എന്ന് പറയുന്ന സോണിലേക്ക്, പിന്നെ പല കാര്യങ്ങളുണ്ട്. പെർസോണ എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. 5 അടിയുള്ള എന്നെ ഒരിക്കലും കൊണ്ടിട്ട് ബാഹുബലിയാക്കാൻ പറ്റില്ല. പറഞ്ഞാൽ ഈ ഒരു കാഴ്ച രൂപമൊക്കെ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞ അത് ഞാൻ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾ ബാഹുബലി പോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മതി. അല്ല വേറെ ഒരുപാട് പരിപാടി. നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ ഒരു ഇൻഹിബിഷൻ ആയിരുന്നു. അങ്ങനെ ഇതെന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം നമ്മുടെ വിഷ്ണു ഗോവിന്ദില്ലേ, വിഷ്ണു ഗോവിന്ദിന്റെ അടുത്ത് എന്തോ ഇന്റർവ്യൂ ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇങ്ങനെ അവൻ സൗണ്ട് ഡിസൈനിങ്ങിൽ ജുറാസിക് പാർക്കിലേക്ക് എടുത്ത് അതിനെ കുറിച്ചൊക്കെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതുപോലെ ആങ്കർക്ക് ചോദിച്ചു, ശരിക്കും ചേട്ടാ ഈ ദിനോസറിന്റെ ഒക്കെ കരച്ചിലൊക്കെ ശരിക്കും അതുപോലെയാണോ? വിഷ്ണു എനിക്കറിയാം, ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അതുപോലെയാണ് നമുക്കിത് അറിയോ? നമുക്കിത് അറിയില്ലല്ലോ ശരിക്കും. ദിനോസറിന്റെ ശബ്ദം എന്തായിരുന്നു നമുക്കറിയില്ല. അതൊക്കെ നമ്മുടെ ഒരു ഊഹക്കച്ചവടമാണ്. അതുപോലെയാണ് ഇപ്പൊ നമ്മളൊരു കഥാപാത്രം വന്ന കഥാപാത്രം എങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചും നമുക്ക് വലിയ അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ്, നമ്മൾ ബീങ് ആൻ ആക്ടർ, നമ്മൾ അതും മിസ് ചെയ്യരുതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫിലിം മേക്കറിനെ ഇപ്പൊ എൻ്റെ ഒരു പ്രോസസ്സ് തന്നെ, ഞാൻ ആബ്സല്യൂട്ട്ലി ഡയറക്ടേഴ്സ് ആക്ടർ. ഡയറക്ടറിന്റെ കോളിന് ഞാൻ മാലികയൊക്കെ ചെയ്യുമ്പോൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ മറ്റേ ഡയറക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോണിറ്റർ കൂടി നോക്കാത്ത ആക്ടറാണ്. എൻ്റെ പരിമിതിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്പോൾ എന്നോട് ഫഹദൊക്കെ പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ടല്ലേ എന്നെ കളിയാക്കാണ്, ഇവിടെ തൻ്റെ ലെവൽ ഓഫ് കോൺഫിഡൻസ് അവിടെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ലെവൽ ഓഫ് കോൺഫിഡൻസ് അല്ല, എനിക്ക് ഡയറക്ടറിലുള്ള കോൺഫിഡൻസ് ആണ്.
അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. അല്ല, ഡിപ്പെൻസ് ഓൺ പീപ്പിൾ, ഡിഫറെന്റ് അല്ല, പല പല ആളുകളും പല രീതിയിലായിരിക്കുമല്ലോ. അല്ല, നമ്മൾ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ഭയങ്കര. കമ്മിങ് ടു യു, ഇതേപോലെ എന്താ പറയാ, ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നോ? ഡെഫിനറ്റ്ലി എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് മൂവിക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി നമ്മളൊരു ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനുള്ള എന്റെ ദൈവമേ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു എന്റെ സംശയങ്ങൾ എന്നല്ലേ? സംശയം കൂടി ലാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ പടമായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി. പിന്നെ വിചാരിച്ചു ഇത് പൊട്ടത്തരാവൂലോ, പിന്നീട് എനിക്ക് വേണ്ടി ആരും സിനിമ അവിടെ വെച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് അത്രയും ചാലഞ്ചിങ് ആണെങ്കിലും ചെയ്യാം എന്ന് തീരുമാനിച്ചൊരു പടമാണ്. പക്ഷെ അത് തീരുന്നത് വരെ എനിക്ക് അത്രത്തോളം ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഡാൻസ് ഞാൻ ചെയ്യും, പക്ഷെ ഞാൻ തിയേറ്റർ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ആക്ടിങ് ആയിട്ട് ഞാൻ അധികം ആൾക്കാരുടെ മുന്നിലൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഒരു സാധനം പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ മനസ്സിലായി ക്യാമറ ഉണ്ടെങ്കിൽ അത്രയ്ക്കും ഒരു ഇൻഹിബിഷൻ ഫീൽ ചെയ്യുന്നില്ല. ക്യാമറ എടുത്ത് മാറ്റി ആൾക്കാർ മാത്രമാണെങ്കിൽ എന്റെ കയ്യിൽ പ്രിയമതക്ക് സ്റ്റേറ്റ് അവാർഡ് ഒന്നും കിട്ടില്ല. സ്റ്റേറ്റ് അവാർഡാണ്. പ്രിയമതക്ക് ഇനിയും വരാൻ പോകുന്ന ടൊവിനോന്റെ നായിക, പൃഥ്വിരാജിന്റെ നായിക, ചില്ലറക്കളികളില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് മറ്റേ ഇത് നമ്മുടെ പൃഥ്വിരാജ് സിനിമ മറ്റേ വിലായത്ത് ബുദ്ധ, അതില് ഹീറോയിനാണ്, വൻ പൊളിയാണ്. അതും ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻഹിബിഷൻ, ലൈക് പേടി തോന്നിയ ഒരു ക്യാരക്ടറാണ്. കാരണം അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വിലായത്ത് ബുദ്ധ? നമ്മള് അല്ല, പ്രിയമത ബ്രേക്ക് ചെയ്തല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാം. അത്രയും റോ ആൻഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ആ ക്യാരക്ടറിന് ഒരു രീതിക്കും ഇൻഹിബിഷൻ ഇല്ല. അപ്പോ ഞാൻ എന്റേതായ ഇൻഹിബിഷൻ നമ്മുടെ എല്ലാം മാറ്റി വെക്കേണ്ടി വന്നു. അതിന് ലൈക്ക് എന്തെങ്കിലും പ്രോസസ്, ഇപ്പൊ എന്താ പറയാ, ക്യാമ്പോ ക്യാമ്പോ അങ്ങനത്തെ സംഭവങ്ങൾ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഞാൻ ഒരു കോസ്റ്റ്യൂം ആൻഡ് ആ ക്യാരക്ടറിന്റെ ചെരുപ്പും കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിണ്ടായിരുന്നു. ജസ്റ്റ് അത് എന്തെങ്കിലും വർക്കായോന്ന് അറിയില്ല. ചെറിയ മെത്തേഡാണ് ഈ പുള്ളി. അല്ല, ഈ മെത്തേഡ് ആക്ടിങ് എന്ന് പറയില്ലേ, പ്രിയയുടെ ആദ്യത്തെ സിനിമക്ക് വേണ്ടിയിട്ട് ഇതാണ് മെത്തേഡ് ആക്ടിങ്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ആക്ടിങ് പഠിച്ച ഒരാളാ. ആദ്യത്തെ സിനിമയിലെ കഥാപാത്രം കക്ക വാരുന്ന, വഞ്ചി തുഴയുന്ന കഥാപാത്രമായിരുന്നു പ്രിയ ചെയ്യേണ്ടിരുന്നത്. പ്രിയ കൊച്ചിയിലൊരു അങ്ങനത്തെ ഒരു വീട് കണ്ടുപിടിച്ചിട്ട് അവിടെ കുറച്ചാലും താമസിച്ചു. ബട്ട് ഗസ്റ്റ് ആയിട്ടല്ല, അവരിൽ ഒരാളായിട്ട് എന്നും രാവിലെ വഞ്ചി തുഴഞ്ഞ് ലഞ്ചിന് വേണ്ടി മീൻ പിടിക്കുന്നു, കക്ക വാരുന്നു. കാരണം ആ സിനിമയിൽ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വഞ്ചി തുഴയുന്ന ഒരാളെ പോലെ തോന്നരുത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതാണ് മെത്തേഡ് ആക്ടിങ്. ഈ പറയുന്ന പോലെ എല്ലാ ആളുകൾക്ക് ആ ടേം എന്താന്ന് അറിഞ്ഞൂടാ. എല്ലാരും വെറുതെ പറയും അയാള് മെത്തേഡ് ആക്ടർ, ഇയാള് മെത്തേഡ് ആക്ടർ എന്നൊക്കെ പറയും. എല്ലാം സിനിമയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. സിറ്റുവേഷനും നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഭവമാണെങ്കിലായിരിക്കും. ഇവിടെ എനിക്കൊരു വീട് അങ്ങനെ കിട്ടി, അവിടെ പോയി താമസിക്കാൻ. പക്ഷെ ഈ ക്യാരക്ടർ ചെയ്യുമ്പോ ഇങ്ങനത്തെ ഒരാളെ വീട്ടിൽ പോയി താമസിക്കാൻ ഒരു വീട്. അല്ല, പ്രിയ ചെയ്ത മറ്റേ കാര്യവും, അതായത് ആ ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂം ഇല്ലേ, ആ ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂം നമ്മൾ ഇടുക, ആ ക്യാരക്ടറിന്റെ ഫുഡ് വെയർ ഇടുക, നമ്മൾ അതിട്ട് നടക്കുക, അതിനോട് കംഫർട്ടബിൾ ആകുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഇട്ട് നടക്കുമ്പോ ഷൂട്ട് ദിവസം ആകുമ്പോഴത്തേക്ക് അത് കുറച്ചൊരു പഴകിയ ഫീൽ ഉണ്ടാവും. അപ്പൊ അതും ആ ക്യാരക്ടറൊന്നും പുതിയ ഫുഡ് വെയർ ഇട്ട് വരാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട്. പിന്നെ പ്രിയ പറഞ്ഞ ഫിയർ എന്ന് പറഞ്ഞ ഫാക്ടർ ഇല്ലേ, ആക്ടേഴ്സിന് ഫിയർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഞാൻ പറയുന്ന ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ നമുക്ക് വേണ്ട കോൺഫിഡൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഫിയർ ഇല്ലാണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഫിയർ ഉണ്ടാവും, അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് ആക്ടേഴ്സിന് അത് കുറവായിരിക്കും, നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് അത് കൂടുതലായിരിക്കും. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇനി സീരിയസ് ഭയങ്കര ഫിലോസഫിക്കൽ തലേക്ക് ആലോചിച്ച് കുറെ ഉത്തരമൊക്കെ പറഞ്ഞ് ഇനി നമുക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ടാത്ത പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന റാപ്പിഡ് ഫയറിലേക്ക് പോവാം. സംശയം റിലേറ്റഡ് ആണ്, അതിനു വേണ്ടി ഇറക്കിയിരിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നു. അതായത് ക്യൂല് ഒരിക്കലും ഇത്ര കളർ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട ഒരു പരിപാടിക്ക് ഇത്ര കളർഫുൾ അതെ. അല്ല, എപ്പോഴും നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ കുറെ നേരം സീരിയസ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭയങ്കര ബോറിംഗ് ആണ്, എനിക്കറിയാം. ഓക്കെ, ഇനി സത്യസന്ധമായിട്ട് ഉത്തരം പറയണേ. ഓ പിന്നെ ഇത്ര നേരം ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് അറിയില്ലല്ലോ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണോ. എനിക്ക് സത്യസന്ധമായിട്ട് പറയണം. ലാസ്റ്റ് ഗൂഗിൾഡ് സംശയം, നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഒരു ഇപ്പൊ നമ്മൾ രാവിലെ പാരസെറ്റമോളിനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ അതുപോലെ എന്തെങ്കിലും മരുന്നിന്റെ പേര് എന്തെങ്കിലും
യുദ്ധത്തിനെ കുറിച്ച് തന്നെയാണ് ലാസ്റ്റ് ഗൂഗിൾ ചെയ്തൊക്കെ. സംശയം. യെസ്. എനിക്ക് പെട്ടെന്നില്ല, ഞാൻ ഭയങ്കര ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. എല്ലാ എന്ത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണെന്നും പറയാൻ പറ്റില്ല, പെട്ടെന്ന് യൂസ് ചെയ്യും. എന്നാലും ഞാൻ പറയാം ഇൻട്രസ്റ്റിംഗ് ആണ്. നെസ്ലന്റെ വീട് എവിടെയാണ് ഇന്നലെ ഗൂഗിൾ നസ്ലിനെ അറിയോ? നെസ്ലൻ ഗഫ്. ഓക്കെ ഓക്കെ. എന്തിനാന്ന് അല്ല, നമ്മൾ ഇന്നലെ കൊടുങ്ങല്ലൂർ ഒരു പ്രോഗ്രാമിന് പോയിണ്ടായിരുന്നു. അപ്പം നെസ്ലൻ കൊടുങ്ങല്ലൂരാണോ മാളയാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് അങ്ങനെ ഗൂഗിൾ ചെയ്തു. ഓക്കെ, ഗൂഗിൾ ഞാൻ ഇത് വെയിറ്റ് ഭയങ്കര ഇപ്പൊ പ്രൊമോഷന്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നല്ല തീറ്റയാ. ഡയറ്റ് ഒന്നും നടക്കണില്ല. അപ്പോ ഇടക്ക് നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോ തോന്നുമല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോ എന്റെ കാലറി ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്യും, എന്നിട്ട് കഴിക്കും. അത് വേറെ കേസ്, വെറുതെ അറിഞ്ഞിരിക്കാമല്ലോ, സമാധാനമാണ്, വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ അത് അടിപൊളി. ഇനി നിങ്ങൾക്ക് പരസ്പരം പരിചയം ഉണ്ടായിരുന്നു, പക്ഷെ വൺ ആക്ട് പ്രിയമതിക്ക് നേരത്തെ അറിയായിരുന്നു ഇവരെ? റോഷാക്കില് നമ്മൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഏത് പടത്തില്? ഞാൻ ശരിക്കും റോഷാക്കില്. ഞാനത് വിട്ടു. ഓക്കെ, സോ വൺ ആക്ടർ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. നിങ്ങൾ കണ്ടപ്പോ ഇയാളെ കുറിച്ച് വിചാരിച്ചതല്ല, കണ്ടപ്പോ സംശയിച്ച കാര്യമല്ല ഇപ്പൊ ഉള്ളത്, അങ്ങനെ ഒരു ആക്ടറുടെ പേര്. പരസ്പരം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം പേര് പറയല്ലേ? വേറെ ഇവിടെ ഇല്ലാത്തത് ഇവിടെ ഇല്ലാത്തത് മതി. വിചാരിച്ച പോലെ അല്ല ആള്, അല്ലെ? ആള് വേറെ ടൈപ്പാണ്. വേറെ ടൈപ്പാണ്. ചിലപ്പോ നല്ല രീതിയിലും. അപ്പൊ ഞാൻ അയാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുന്നല്ലേ? ആരെ കുറിച്ച് തന്നെ പറയാം, ഈ മുറിയിൽ കുറെ പേരുണ്ടല്ലോ, ആരെ കുറിച്ച് വേണമെങ്കിലും പറയാം. ഞാൻ റീസെന്റ് സുരേഷ് കൃഷ്ണ, പുള്ളി ഞാൻ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിനെ ദൂരത്തുനിന്ന് കാണുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച് മറ്റേ പുള്ളി കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സോണിലുള്ള ആളായിരിക്കും. പക്ഷെ ഞാൻ അവസാനം ഇപ്പോൾ ഓടും കുതിരകൾ അഭിനയിച്ചപ്പോൾ ഭയങ്കര ലവിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കണ്ടംപററിനോടൊക്കെ സംസാരിക്കുന്ന പോലെ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ പണ്ട് നമ്മൾ കാണുമ്പോൾ എന്താണ് പുള്ളിന്ന് പല ആളുകളും ഇപ്പൊ നമുക്കും കിട്ടാറുണ്ട് ശരിക്കും. ചില ആളുകളുടെ വന്നിട്ട് മച്ചാനെ എന്നൊക്കെ പറഞ്ഞ് മേത്ത് കയറും. അത് അവര് നമ്മളോടല്ല ചെയ്യുന്നത്, അവര് നമ്മളുടെ ക്യാരക്ടറിനോടാണ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും പുള്ളി കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ അടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ കഥ എനിക്ക് ഞങ്ങള് മിനിയാന്ന് മറ്റേ വാഴ 2ന്റെ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഹാഷിറിനെ ആദ്യമായിട്ട് കാണും. ഹാഷിറിനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ കണ്ട് ഹാഷിർ ഇങ്ങനെ മറ്റേ ആ ഒരു ലൊക്കേഷൻ, ഞങ്ങളാണെങ്കിൽ അൽഫോൺസ് അവിടെ ഉണ്ട്, അപ്പൊ കാണാൻ വേണ്ടി പോയത്. അൽഫോൺസ് അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഹാഷിറിന് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ എന്ന് തോന്നി. ഞാൻ അവനോട് പറയുന്നത് നിനക്കെല്ലാം പൊക്കോട്ടല്ലോ. അതൊക്കെ ഉണ്ടോ എനിക്ക് തോന്നുന്നു ഇതിന് പറ്റിയൊരു ഉത്തരവാന്ന് തോന്നുന്നു. കാരണം അവരുടെ ഒരു റീൽ മേക്കിംഗ് വീഡിയോസിലും നമുക്ക് ചിലപ്പോ അങ്ങനെ തോന്നില്ല, വലിപ്പം കിട്ടില്ല. അതിന്റെ ഒരു ആംഗിളുകൾ അങ്ങനെയല്ലേ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു ലൈ ഡിറ്റക്ടർ ഉണ്ട്, അതായത് അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഒരു സാധനം ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു മെഷീൻ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആരുടെ സംശയമായിരിക്കും നമ്മൾ പൊക്കാൻ പോണത്? എനിക്ക് ഇവിടുത്തെ കുറച്ച് നന്മമരങ്ങളുടെ സത്യങ്ങൾ അറിയണമെന്നുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ കംപ്ലീറ്റ് നന്മമരങ്ങൾ കിടന്ന് കളിക്കുക, എല്ലാത്തിനും പൊക്കണമെന്നുണ്ട് പച്ചയ്ക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവരുടെ എന്തെങ്കിലും സംശയങ്ങൾ? വളരെ സേഫ് ആയിട്ടുള്ള ഉത്തരം പറയാൻ അറിയില്ല, ഞാൻ പാസ്. അയ്യോ, സേഫ് ആയിട്ട് ഉത്തരം പറയണ്ട. എനിക്കറിയില്ല, എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഓക്കെ, എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉത്തരം? അല്ല, നമുക്ക് വേറെ ആളുകളുടെ മനസ്സ് വായിക്കണമെന്ന് എപ്പോഴും ഉണ്ടാവില്ല. അതായത് ഞാൻ പിന്നെ മറ്റേ ഇതിലേക്ക് പോകും, ഫിലോസഫിയിലേക്ക് പോകും. അതിന്റെ അല്ല, നമ്മള് ഇപ്പൊ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി? അപ്പൊ നിങ്ങൾ റിയൽ എന്താണെന്ന് എനിക്ക് വായിക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ, അവരെ കാണുമ്പോൾ ചോദിക്കാൻ പോകുന്ന സംശയം? ഞാൻ എനിക്ക് മമ്മൂക്കനോടൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര സംശയമല്ല, അവരുടെ വർക്കിനെ കുറിച്ചിട്ടും അവർ ചെയ്ത സിനിമകളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ച് ടൈം കിട്ടിയാലും നമ്മൾ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ലാലേട്ടൻ അടുപ്പിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിട്ടില്ല. പിന്നെ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ അതിന്റെ ഇടയിൽ പോയി ചോദിക്കുക തെറ്റല്ലേ? പക്ഷെ എനിക്ക് ഒരുപാട് കാര്യം ചോദിക്കാനുണ്ടാവും ലാലേട്ടനൊക്കെ. ഞാൻ പല അവസരങ്ങളും വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും പുള്ളിയുടെ ഒരു വേഷം ചെയ്യുമ്പോൾ കുറച്ച് നല്ല, അത് നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് പുള്ളിയുടെ കൂടെ സ്ക്രീൻ
ഷെയർ ചെയ്യുന്നത്? ലാലേട്ടന്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പൊ ലാലേട്ടന്റെ അടുത്ത് നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ ലാലേട്ടൻ അതിന് ആ ക്ലാരിറ്റി കിട്ടണമെന്നില്ല. ക്ലാരിറ്റി കിട്ടില്ല. കാരണം ലാലേട്ടൻ അങ്ങനെ ആ ഒരു ഭയങ്കരമായിട്ട് അത് ആ ഒരു പ്രോസസ് അല്ലല്ലോ, വേറൊരു ടൈപ്പിലാണല്ലോ ഇൻറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന. അദ്ദേഹത്തിന് ഒരു കാര്യത്തെ കുറിച്ച് പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് പറഞ്ഞു തരാൻ റെഡി ആൻസേഴ്സ് ആയിരിക്കണം. അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല പൊതുവെ ലാലേട്ടന്റെ. നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ഇന്ന കാര്യം ഇന്ന സംഭവം ഇന്ന മാതിരി ചിന്തിച്ചിട്ടാണ് ഇന്ന മാതിരി ചെയ്തത്. ഈ പൊന്തമ്മാടേയും വിധേയനും ബാക്ക് ടു ബാക്ക് ചെയ്താണ് ഞാൻ കേട്ടിട്ടുണ്ട്. പൊന്തമ്മാടേയും വിധേയനോ ബാക്ക് ടു ബാക്ക്. രണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. ഭയങ്കര പെർഫോമൻസസ് ആണ്. അത് ബാക്ക് ടു ബാക്ക് ചെയ്തു എന്ന് പറയുന്നത്. ഒന്ന് മറ്റേ ജന്മി, മറ്റേത് രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ഫിലിം മേക്കേഴ്സ്, രണ്ട് ഭയങ്കര ഡിഫറെന്റ് പ്രോസസ് ഒക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. ഏതായിരിക്കും ആദ്യം ചെയ്തത്? ദുൽഖറിനോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്ലേ ചെയ്ത ക്യാരക്ടർ ഏതായിരിക്കും? സ്വന്തം മാടയാണോ പ്ലേ ചെയ്ത് ലൈക്ക് വിധേയനായിരിക്കും എനിക്ക്. കാരണം പൊന്തമാടയില് നസറുദ്ദീൻ ഷാസാണ് അല്ലേ? ഇയാളും മറ്റേ MR ഗോപകുമാർ സാറും ഒക്കെയാണ് കൂടുതലും. അതെ അതെ അതെ, നാസിർ സാറും ഉണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ചോദ്യങ്ങളൊക്കെ നമ്മളെ ഫിലോസഫിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മുടെ ഒരു പരിമിതിയാണ് ഫിലോസഫി. അപ്പൊ ഈ റാപ്പിഡ് ഫയറിൽ ആൾക്കാരെ പിടിച്ചിരുത്തി ഒറ്റ സെക്കൻഡിൽ ഉത്തരം കേൾപ്പിക്കാന്നുള്ളായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ അങ്ങനെ ഒറ്റ സെക്കൻഡ് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല, എല്ലാം നല്ല സീരിയസ് ചിന്തിക്കേണ്ട പരിപാടികളാണ്. ആരെ സംശയം വിനയ് ഫോർട്ട് എന്നൊക്കെ ഞാൻ പെട്ടെന്ന് പറയുന്നത് മോശമല്ലേ? അല്ലെങ്കിൽ അങ്ങനെ അതുണ്ടാകും. ഇപ്പൊ ഇയാൾ അതിന് കൗണ്ടർ വേറെ ആലോചിക്കാണ്, ഇയാള് പ്രോസസ് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്കുള്ള കൗണ്ടർ. നിങ്ങൾ ഭയങ്കരമായിട്ട് തല്ലു പിടിക്കുന്ന ഞങ്ങള് പണ്ട് മുതൽ കണ്ട കാലം തൊട്ട് തല്ലുകൊടുത്ത. ശരിക്കും അങ്ങോട്ടും അല്ല, എനിക്ക് ഷോർട്ടിലല്ല ചില പ്രൊമോഷൻ ചെയ്തോണ്ടപ്പോ മറ്റേ ഇങ്ങനെ അടിക്കുന്ന ഒരു ഇതില്ല. അപ്പൊ എനിക്ക് അത് ഇങ്ങനെ ഐഡിയ മാത്രമാണ്. എന്റെ ഐഡിയ ആയിരുന്നു, പരിപാടി എന്റെ ഐഡിയ ആയിരുന്നു. പക്ഷെ അത് അടി കൊണ്ടെനിക്കാണ്. എനിക്ക് ആളെ കുറ്റം പറയാനും പറ്റില്ല. എന്റെ ഐഡിയ പോയി. രണ്ടടി കിട്ടുകയും ചെയ്ത് രണ്ടടി കിട്ടിയിട്ട് ഇത് സീതാലക്ഷ്മിയെ വിളിക്കും ഞാനിപ്പോ. ഈ കമ്മലില്ലേ, കമ്മൽ അഴിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. അത് കഴിയുമ്പോ സീതല കമ്മൽ അഴിഞ്ഞു കിടക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഞാൻ എന്തോ നേരത്തെ പിടിച്ചപ്പോ അമ്മാതിരി അടി അടിച്ചു, രണ്ടെണ്ണം. നിങ്ങൾ കണ്ട പോലെ കണ്ടോ? നമ്മളിപ്പോ സിനിമയിലൊക്കെ ഇതിലല്ല അടിയിട്ട് ഇങ്ങനെ അടിക്കില്ലേ, രണ്ടടി, ഒരെണ്ണമല്ല രണ്ടെണ്ണം. പക്ഷെ കുഴപ്പമില്ല, അതിനൊരു പേർപ്പസ് ഉണ്ടായിരുന്നു. ആ വീഡിയോന് ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു. അത് റിയൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യണമായിരുന്നു. അതൊരിക്കലും നമ്മൾ അഭിനയിക്കുന്ന പോലെ ആവരുതെന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സാറ് ശരിക്കും ചെയ്തു. പക്ഷെ അത് ഓക്കെ ആയിരുന്നു, കാര്യം അതിനൊരു പേർപ്പസ് ഉണ്ടായിരുന്നു. അത് ആളുകളിലേക്ക് എത്തിച്ചു. ഞാൻ അതിന് ഇല്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ അല്ല, ഇത് എന്റെ ഐഡിയ അല്ല, ഇത് എല്ലാ പ്രൊമോഷൻ ഐഡിയയും വിനയ് ഫോർട്ടിന്റെ ആയിരുന്നു. അങ്ങനെയല്ല, ഈ സിനിമക്ക് വേണ്ടി ഞാൻ എന്ത് സഹിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് സംശയങ്ങളെ കുറിച്ച് സംസാരിച്ചു. അത് എന്തൊരു അത് ക്യൂവിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ക്യൂവിന്റെ മൊത്തം ഇന്റർവ്യൂസിൽ ഒരു വ്യത്യസ്തത ഉള്ള ഒരു പരിപാടി, കളർഫുൾ ഒരു മഴവില്ലഴകിൽ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിപാടി. ഇനി സംശയം കാണാൻ ആൾക്കാർ തിയേറ്റേഴ്സിലേക്ക് വരണം അല്ലേ? അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, മലയാള സിനിമയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ സൊസൈറ്റിയിൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നതുമായിട്ടുള്ള കഥയാണത്. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു കഥയാണ്. രസമുള്ള സിനിമയാണ്. ആ സാഹചര്യങ്ങളിൽ നമ്മളെ ഒന്ന് ചിലപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റിയാലിറ്റി കിട്ടുന്ന ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണാം. മെയ് 16 തീയതിയാണ് സിനിമ. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള, ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫാമിലിക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മൾ എല്ലാവരും എന്തായാലും തിയേറ്റേഴ്സിൽ ഉണ്ടാവും. എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണണം. ഒരു സിനിമയുടെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. ആൻഡ് സംശയം ഇല്ലാണ്ട് വന്ന് ഈ പടം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. സംശയം കാണാൻ പറ്റുന്ന ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ഐ തിങ്ക്
എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം കൂടിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് കാരണം കണ്ടിരിക്കേണ്ട ഒരു പടം കൂടിയാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫ്രം Thank you. സ്റ്റുഡിയോ.